നമ്മുടെ സ്വന്തം കാക്കനാടുള്ള അറബി പാലസ് എന്നൊക്കെ നമ്മുടെ ആംബിയൻസ് ഫുഡ് കോർട്ടിലാണ് ഈ സംഭവം. അപ്പോൾ ഞങ്ങളന്ന് സ്റ്റുഡിയോയിൽ ഷോപ്പിങ്ങിന് പോയ അതേ ദിവസം തന്നെയാണ്. അപ്പോൾ അനുപയുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. അച്ഛനൊഴികെ അച്ഛൻ ടൂർ പോയിങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഫ്രൈഡേ നൈറ്റ് ഉണ്ട്. എന്ത് തിരക്കാൻ നോക്കി ഇവിടെ. പ്ലേസ് അൺഫോർച്ചുനേറ്റ്ലി അറേബ്യൻ പാലസിൽ മന്തി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളത് റെസ്റ്റ് അറേബ്യയിലെത്തി. രാത്രി 12 മണി വരെ ഹോട്ടലുണ്ട്. പിന്നെ കുറേ നാളിന് ശേഷം റെസ്റ്റിൽ വരുന്നത്. എൻ്റെ ഒരു ഫേവററ്റ് മന്തിക്കടയെന്ന് വെച്ചില്ല. എനിക്കിവിടുത്തെ ബീഫ് മന്തിയാണ് ഏറ്റവും ഇഷ്ടം. ഒരു ഗ്രിൽ ചിക്കനൊക്കെ തീർന്നു. ഷവർമ കുറച്ചുള്ളൂ. ഒരു മാറ്റങ്ങളുമില്ല. അങ്ങനെ തന്നെ. ഇവിടെ നല്ല സൗണ്ടിലായിരുന്നു പാട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്യാതെ നിവർത്തിയില്ല. എന്തായാലും AC ഡൈനിങ് സ്പേസ്, നോൺ AC ഡൈനിങ് സ്പേസ്, പിന്നെ ഇവിടെ 2 പ്രൈവറ്റ് റൂംസ് ഉണ്ട്. മജ്ലിസ് ടൈപ്പ് സീറ്റിംഗ് ആണ്. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് പ്രൈവറ്റ് സ്പേസിൽ ഇരുന്ന് ഫുഡ് ആസ്വദിക്കണമെങ്കിൽ ഇത് നല്ല ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനങ്ങളെത്തി. ഹാഫ് ബീഫ് മന്തിയും ഹാഫ് അൽഫാം മന്തിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എനിക്ക് പേഴ്സണലി ഇവിടുത്തെ ബീഫ് മന്തിയാണ് ഏറ്റവും ഇഷ്ടം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര വിശന്നിരിക്കണമായിരുന്നു. അതോടെ ക്ഷമ കിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. എനിക്ക് മയണൈസിനേക്കാളും ഇഷ്ടം ടൊമാറ്റോയുടെ ഈ ചട്നിയാണ്. മന്തി കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു സാധനം ഇതുകൂടിയാണ്, മയണൈസിനേക്കാളും. എന്തായാലും ഇവിടുത്തെ ബീഫ് മന്തി നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അസലായിട്ട് വെന്തിട്ടുണ്ടാവും. അലുവ പോലെ ആയിരിക്കും ഈ സാധനം വെന്ത് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ സ്ലോ കുക്ക് ചെയ്തൊരു മന്തിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൊച്ചിയിൽ സുൽത്താൻ വീട് എന്നുള്ള റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ബീഫ് മന്തി, ഹോട്ട്സ്പോട്ടിൽ കിട്ടുന്ന ബീഫ് മന്തി, വൈറ്റ് ഹൗസിൽ കിട്ടുന്ന ബീഫ് റിബ്സ് മന്തി, ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. മന്തി ആയാലും ബിരിയാണി ആയാലും എനിക്കിഷ്ടം മട്ടൺ അല്ലെങ്കിൽ ബീഫാണ്. ചിക്കൻ ഞാൻ വളരെ റെയറായിട്ട് കഴിക്കാറുള്ളൂ. നോർമൽ ചിക്കൻ മന്തി എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കഴിക്കുകയാണെങ്കിൽ തന്നെ അൽഫാം ചിക്കൻ മന്തി മാത്രമേ കഴിക്കാറുള്ളൂ. അമ്മൂനും അമ്മയ്ക്കും അൽഫാം മന്തി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടമായി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ബീഫ് മന്തി തന്നെയാണ് വേറെ ലെവൽ. ഞാൻ ഗോലിസോടെ പറഞ്ഞു. അതൊരു ഫ്രഷ് ലൈമും ലൈം ടീയും. അത്യാവശ്യം മര്യാദയുള്ള റേറ്റിലാണ് ഇവിടുത്തെ മെനു പ്രൈസിങ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജസ്റ്റ് അറേബ്യ പണ്ടേ തൊട്ട് ഇഷ്ടമാണ്. എന്തായാലും ഇത്തവണത്തെ എക്സ്പീരിയൻസും ആസ് യൂഷ്വൽ അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഗോലിസോടെ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവണമെന്നില്ല. 6-7 തരം ഫ്ലേവേഴ്സും ഉണ്ട്. ബീഫ് ഷോർമ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇപ്പോൾ ബില്ല് 1100 രൂപ ടാക്സ് ഉൾപ്പെടെ. പക്ഷേ ബില്ല് ചേഞ്ച് ഒന്നും വേറൊന്നുമല്ല. ഞങ്ങൾ അതുകൊണ്ട് ഒരു പെപ്സിയും കൂടി പാർസൽ എടുത്ത് വീട്ടിലേക്ക്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡ് കേട്ടോ. അടിപൊളി ഫുഡ്, ഭയങ്കര കൺസിസ്റ്റൻറ്റ്. ദി ബെസ്റ്റ് ബീഫ് മന്തി ഇൻ കൊച്ചിയിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ പറയും. എൻ്റെ ഫേവറേറ്റ് ബീഫ് മന്തി എന്ന് കൂടെ ഞാൻ പറയും.